ഹലോ ഗൈസ്, KL19 ശ്രീതു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. മറ്റൊന്നുമല്ല, രേണു സുധി ഇവിടെ നിന്ന് ദുബായിൽ പോയതും കൂടാതെ അവിടുത്തെ പാർട്ടി ഡാൻസ് ഒക്കെ ഒത്തിരി വൈറലാണ്. ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വീഡിയോയ്ക്കാണ് ഞാൻ ഇന്ന് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടല്ലോ അല്ലെ? എല്ലാരും കണ്ണു നിറച്ച് കണ്ടോളൂ. പ്രത്യേകിച്ച് രേണു സുധിയുടെ ഫാൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് പ്രത്യേകമുള്ള വീഡിയോ ആണ്. പിന്നെ എന്റെ വീഡിയോയിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ നീ പറഞ്ഞ രേണു ഫാൻസ് അസോസിയേഷൻ ഇല്ലേ, അവരെല്ലാവരും നിന്റെ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിൽ നിന്നും നിനക്ക് റിയാക്ഷൻ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കാണുക. നമുക്ക് എന്തായാലും ഇവരുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി കുട്ടിയും പറിച്ച് ദുബായിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു റെസ്റ്റോറന്റിന്റെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 3-4 ദിവസത്തെ ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് വീട്ടുകാർ മൊത്തം എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ മീഡിയക്കാരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. രേണു സുധി അങ്ങനെ ബാഗൊക്കെ തൂക്കി ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്ത് ദുബായിലേക്ക് പോകുന്നു, അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. എങ്കിൽ എന്തെങ്കിലും ആട്ടെ, കുറെ വിമർശനങ്ങളൊക്കെ കേട്ടെങ്കിലും ഒക്കെ ദുബായിൽ വരെയൊക്കെ പോകാനുള്ള അവസരം, അവിടെ എന്തോ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊക്കെ കാത്തിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ദുബായിൽ എന്താണ് പരിപാടിയെന്നും അത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എടാ, നീയൊക്കെ പറഞ്ഞ് രേണു ഈ പറഞ്ഞ ദുബായ് വരെ എത്തി. നീയൊക്കെ ഇപ്പോഴും വീട്ടിലുള്ള ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറായിട്ടില്ലല്ലോ. എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് അവളിങ്ങനെ കയറി പോവാണ്. പിന്നെ നീ പറഞ്ഞല്ലോ എന്താ ഇങ്ങനത്തെ സ്ഥലത്താണോ ബാറിലാണോ പോകുന്നത് എന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്ഥലത്ത് ഇനാഗുറേഷന് പോകുമ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും കിട്ടുമ്പോഴാണ്, അതായത് ഇതാണ് സ്ഥലം, ഇതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ രേണു സുധി ഇവിടെ നിന്നും ഇനാഗുറേഷന് പോയത്. അവൾക്കും അവിടെയുള്ളവർക്കും ഇല്ലാത്ത പ്രശ്നം എന്താണ് നിങ്ങൾക്ക്? നിനക്കൊക്കെ നിന്റെ ജീവിതകാലം മുഴുവൻ ആ ഒരു റൂമിൽ നിന്നും കൊട്ടടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതേ നടക്കത്തുള്ളൂ. കാരണം മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ നീ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, രേണുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സഹോദരങ്ങളൊക്കെ പോയി. നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? രേണു പോയത് നല്ല ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്, അതിൽ അവൾ ഹാപ്പിയാണ്. പിന്നെ നിന്നെ പോലുള്ള കുറേ എണ്ണം ഇങ്ങനെ സമൂഹത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന കുറേ വീഡിയോസ് ഉണ്ടല്ലോ, രേണു ഡാൻസ് കളിക്കുന്ന വീഡിയോ, ആ ബാറിൻ്റെ ഫോട്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോ, വീഡിയോസൊക്കെ. അതൊക്കെ ഈ പറഞ്ഞ വേറെ ആരും അവിടെ നിന്ന് എടുത്തുണ്ടാക്കി പബ്ലിഷ് ചെയ്തതല്ല. രേണു തന്നെ സ്വയമായിട്ട് അവളുടെ വീഡിയോ എടുത്ത് അവളുടെ ഐഡിയയിൽ പബ്ലിഷ് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും രേണു ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. നീയൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. അതായത് വേറൊന്നുമല്ല, രേണു സുധി പോയത് ദുബായിലേക്ക്. അവിടെയുള്ള ഒരു റെസ്റ്റോറന്റ്, ഒരു ബാറാണ്, ബാറും റെസ്റ്റോറന്റും കൂടിയാണ്. അവിടെ ഈ എന്താ പറയാ, പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഞാനതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ രേണു സുധിയുടെ ആ ഒരു പരിപാടി നേരിട്ട് കണ്ടു. നേരിട്ടല്ല, ഇപ്പോഴും വീഡിയോയിലൂടെ കണ്ടു. രേണു സുധി തന്നെ പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ, കുറെ അധികം ആൾക്കാർ പാട്ട് പാടുന്നു. രേണു സുധി ആണെങ്കിൽ നിന്നങ്ങ് ഡാൻസ് കളിക്കുന്ന ഒരു ബാറാണ്. ബാറും റെസ്റ്റോറന്റും കൂടെയാണ്. റെസ്റ്റോറന്റ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കും, ഇതൊരു ബാറും കൂടെയാണ്. അവിടെയാണ് രേണുവിന്റെ എന്താ പറയാ
ഭയങ്കര ഡാൻസ് ഒക്കെ. അപ്പൊ ആ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ വന്നിരിക്കുന്ന കമന്റ് മറ്റേ ഈ ക്യാബറ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ ഡാൻസ് ആണ് രേണുസുതി അവിടെ കാണിച്ചു കൂട്ടുന്നത്. എടാ എന്തൊരു കഷ്ടമാണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. എടാ രേണുവിനും രേണുവിന്റെ കുടുംബത്തിനും ഇല്ലാത്ത എന്ത് പ്രശ്നമാണാവോ കാണുന്നത് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം നീ പറഞ്ഞല്ലോ, റെസ്റ്റോറൻറ്റും ബാറും തമ്മിലുള്ള ഒരു സ്ഥലത്താണ് രേണു ഇനാഗുറേഷന് പോയത് എന്നുള്ളത്. അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കി തരാം. മറ്റൊന്നുമല്ല, അവിടെ അതായത് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ബാറും ചേർന്ന ഒരു സ്ഥലം ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി രേണുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അത് അവർക്കൊരു ക്രെഡിറ്റ് ആണ്. കാരണം അത്രയും പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അവരങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഒന്നും കാണാതെ ഈ പറഞ്ഞ അവർ രേണുവിനെ വിളിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ബാറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വളർച്ച മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞ രേണുവിനെ വിളിച്ചത്. പിന്നെ ഈ ഇനാഗ്രേഷന് പോകുമ്പോൾ ഇങ്ങനെ പേരും സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനാഗ്രേഷന് പോകുന്നത് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ബാക്കിയുള്ള ഇനാഗ്രേഷൻസ് ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ രേണുവിന് നെഗറ്റീവ് പറഞ്ഞേ നിങ്ങൾ ജീവിക്കുള്ളൂ എന്ന തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രേണു എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും നിങ്ങളുടെ കണ്ണിൽ അത് നെഗറ്റീവ് തന്നെയായിരിക്കും. ഈ പറഞ്ഞ നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം നല്ല രീതിയിൽ നെഗറ്റീവ് എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് രേണു ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. ഇനി രേണു ദുബായിൽ പോയിണ് എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടളവേ കുറേ സാധനങ്ങളുണ്ട്, എങ്ങനെ നെഗറ്റീവ് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ടു എന്ന് മാത്രം. അല്ലാതെ ഇതിൽ എന്താണ് തെറ്റി? വേറെ ആരും ചെയ്യാത്തതാണോ ഈ പറഞ്ഞ രേണു ചെയ്തത്? ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുന്നതിന് ഏറ്റവും വലിയ സംഭവമാണ്. ഈ വീട്ടിലിരിക്കുന്ന നിന്നേക്കൊന്നും ഇങ്ങനെ ആരും വിളിക്കുന്നില്ലല്ലോ. നിന്നേക്കാരെയും വിളിച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു, എപ്പോൾ ഓടി എത്തുമായിരുന്നു എന്നുള്ളത്. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. നേരത്തെ എന്ന് വെച്ചാൽ രേണുസുതി സോഷ്യൽ മീഡിയ വൈറൽ താരമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പുള്ളിക്കാരി ഇപ്പോ ബിഗ് ബോസ് താരമാണ്. ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആ ഒരു പേരും അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ തന്നെ ഒരു നിലവാരം കളയുന്ന രീതിയിലാണ് രേണുസുതി വലിയ കാര്യത്തില് ദുബായിലേക്ക് പോയിട്ട് ഒരു ബാറിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നു. എടാ എന്തുവാ? അയ്യോ, നമ്മളൊന്നും പറയുന്നില്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നിനക്ക് കുശുമ്പല്ലേ, അസൂയല്ല, പിന്നെ ജീവിക്കട്ടെ, രേണു സൂപ്പർ, രേണു അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം കമന്റുകൾ കാണാറുണ്ട്. പക്ഷെ ഇൻസ്റ്റയിലാണ് രസം. രേണുവിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഉണ്ടല്ലോ, എന്താ കമന്റ് ഒക്കെ. അപ്പൊ രേണു ഒന്ന് മധ്യമറന്നിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ഒരു വൈരാഗ്യവും ഇല്ല. അവരുടെ ചില പ്രവർത്തികളാണ് നമ്മൾ വിമർശിക്കുന്നത്. അങ്ങനെ രേണുവിന്റെ പ്രവൃത്തികളാണ് നിനക്ക് ഇഷ്ടപ്പെടാത്തതും അതുകൊണ്ടാണ് നീ റിയാക്ട് ചെയ്യുന്നതും. നിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഞാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു കാര്യം, നിന്റെ ക്യാരക്ടർ അറിയേണ്ട ആവശ്യമില്ല. നിന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് നിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളത്. എന്തായാലും നിന്റെ കളി എത്രയോ ബെറ്റർ ആണ് രേണു എന്ന് പറയുന്നത്. നീ അതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് പോകണ്ട. പിന്നെ നീ പറഞ്ഞല്ലോ എന്തോ ഇവിടെ പുറത്ത് നല്ല ഫെയിം ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ പോയപ്പോൾ ബിഗ് ബോസിലെ നായിക നടി എന്നൊക്കെയാണ് രേണുവിനെ അറിഞ്ഞത്. ഇപ്പോൾ എല്ലാം കൊണ്ട് മുടിച്ചു കളഞ്ഞു എന്ന്. എന്ത് മുടിച്ചു കളഞ്ഞു എന്നാണ് നീ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി. രേണു അന്നും ഇന്നും രേണു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് രേണു നിൽക്കുന്നത്. പിന്നെ നിനക്കൊക്കെ വായിൽ തോന്നുന്ന എല്ലാം വിളിച്ച് പറയാനായിട്ട് രേണു ഒരു കണ്ടന്റ് ആണെങ്കിൽ പറയുന്നതിനും ഒരല്പം മാന്യത പാലിച്ചുകൊണ്ട് പറയുക. ഇനി രേണുവിന്റെ ഇമേജ് ഇടിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ നിനക്ക് എന്തെങ്കിലും നഷ്ടമാകുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന് നഷ്ടമാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പറഞ്ഞ ഓരോരുത്തരും എടുക്കും. കാരണം ഞാൻ കുറേ വീഡിയോസ് കാണാനായിട്ട് ഇടയിൽ തന്നു. നിങ്ങൾക്ക് വെറും കണ്ടന്റ് മാത്രമാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് യാതൊരുവിധ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ രേണു വലിയ തെറ്റ് ചെയ്തു. രേണുവിനെ വിളിച്ച ഒരു സ്ഥലത്ത് പൂർണ്ണ സമ്മതത്തോടെ രേണു പോയി ഇനാഗുറേഷൻ ചെയ്ത് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് അത് അവരുടെ ചോയ്സ് ആണ്. അത് നിങ്ങൾക്കുള്ള ഓരോരുത്തർക്കുമുള്ള മറുപടിയാണ് രേണുവിൻ്റേത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. ഇപ്പോഴാണെങ്കിൽ തന്നെ ശരിയാണ്, അവർക്ക് കിട്ടിയ ഒരു അവസരമാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിലോ, ഇതൊരു ബാറിലേക്ക്, അതും അവിടുത്തെ എന്താ പറയാ, അവിടെ കുറെ അധികം ആൾക്കാർ പാട്ട് പാടുന്നു. അവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മറ്റേ ക്യാബറ ഡാൻസ് പോലെ ഇല്ലേ, അതുപോലെ രേണുസുതി ഡാൻസ് കളിക്കുന്നു. എന്തുവാടേ ഇത്? കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? ഇപ്പോ രേണുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര വിമർശനങ്ങൾ കേട്ടാലും അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് അവർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ അവര് ജീവിക്കും. അവര് പോകേണ്ടടുത്തൊക്കെ അവര് പോകും. അതിന് ഉദാഹരണമാണല്ലോ ഇപ്പൊ ഈ ദുബായിൽ വരെ പോയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ വീട്ടുകാരൊക്കെ അങ്ങ് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു, രേണുസുതി ദുബായിൽ വരെ എത്തി, അവിടെ ഏതോ ഒരു വലിയ ഷോപ്പ് എന്തോ പരിപാടിക്ക് പോവാന്നാ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ബാർ കൂടിയാണ്. അതെ, നീ തന്നെ ഈ പറഞ്ഞല്ലോ രേണുവിന്റെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്, ഇഷ്ടമുള്ള സ്ഥലത്താണ് പോകുന്നത് എന്നൊക്കെ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആരുടെ ഇഷ്ടത്തിന് ജീവിക്കണം?
ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കണം, അതോ നിന്നെപ്പോലെ ഇങ്ങനെ വായിക്ക് ലെവലില്ലാത്ത സാധനങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടിമയായിട്ട് ജീവിക്കണോ? രേണു നോർമലി ഒരു വിധവ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഇത് പലർക്കും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, രേണു വിധവകൾക്കൊക്കെ നാണക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇതുപോലെയാണ് ജീവിക്കേണ്ടത്. സമൂഹം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ കുടുംബക്കാർ എന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, അത് അവർ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം. അതിൽ അസൂയപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യവുമില്ല മോളെ. പിന്നെ ഈ പറഞ്ഞല്ലോ ഉളുപ്പ് എന്ന് പറയുന്ന വാക്ക്, ഉളുപ്പിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? നിനക്ക് ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു സ്ത്രീയെ നീ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നും കട്ടെടുത്തുകൊണ്ട് പോയിട്ടുള്ളവളല്ല, അതല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് യാതൊരുവിധ നഷ്ടമോ ഒന്നും വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന വ്യക്തി. അവളെ പറയാൻ നിനക്കൊക്കെ യാതൊരുവിധ യോഗ്യതയും ഇല്ല. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. കഷ്ടമല്ലേ, എന്ത് പറയാനാ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ താരം രേണു സുധി, കൊല്ലം സുധിയുടെ ഭാര്യ. ഇപ്പൊ എന്ന് വെച്ചാൽ ബിഗ് ബോസ് താരമാണ്. ബിഗ് ബോസില് എന്താ പറയാ എത്തിപ്പെട്ട ഒരു താരമാണ്. അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് ചോദിച്ച് ഇറങ്ങി പോകുന്ന ഒരാളാണ്. ആ ആള് പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ബിഗ് ബോസിനകത്തോ അയ്യോ എനിക്ക് വയ്യ, എന്റെ വീട്ടിൽ പോകണം, എനിക്ക് വയ്യ, എന്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു അഭിനയം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവായിട്ട് ഏത് നേരം രേണുവിനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രേണു പുറത്തിറങ്ങിയതിനു ശേഷം ഒരു കുഴപ്പമില്ല, രോഗമില്ല, അസുഖമില്ല, ഒന്നുമില്ല, പാറി പറന്ന് നടക്കുക. ഇപ്പം 3-4 ദിവസമായി ദുബായിലേക്കൊക്കെ പോയിട്ട് അവിടെ എന്താ പറയാ ഒരു റെസ്റ്റോറന്റിലെ പരിപാടി, ഡാൻസ്, എന്താ ഒരു വേഷമൊക്കെ, ഹോ എന്ത് പറയണ. അതിനിടക്ക് ആരോ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയമണ്ടിന്റെ ഒരു മാലയൊക്കെ കൊടുത്തുവിട്ടു. അതൊക്കെ ഇട്ടിട്ട് ഒരു റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഗൈസ്, ഈ പെണ്ണിനുള്ള മറുപടി ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയണം. നിങ്ങളുടെ മറുപടി തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ആ പെണ്ണ് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ മാത്രമല്ല കുറേ വ്ളോഗേഴ്സിൻ്റെ ഇത് ഞാൻ കണ്ടായിരുന്നു, മറ്റൊരാളുടെ ചാൻസ് കളഞ്ഞു എന്ന് പറഞ്ഞു, ഇറങ്ങി വന്നു എന്നൊക്കെ. അത് രേണു ശരി ഓക്കെ, ഒരാളുടെ ചാൻസ് കളഞ്ഞു എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഓൾറെഡി ബിഗ് ബോസിന് വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നല്ലോ. ഒരു വ്യക്തിയെ അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുന്നതും നിൽക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. അതിന് വേറെ ആളുടെ ചോയ്സ് കളഞ്ഞു എന്ന് ചിലപ്പോൾ ഇതും രേണുവിൻ്റെ ഗെയിമായിട്ട് തന്നെ കരുതിക്കോ. ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് രേണു ഇറങ്ങിയത് കൊണ്ടല്ലേ ഈ പറഞ്ഞ ഡയമണ്ട് മാല കിട്ടിയത്, കൂടാതെ ഈ ഒരു ഇനാഗ്രേഷൻ കിട്ടിയത്. നിനക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് രേണു വീണ്ടും ഒരു കണ്ടന്റ് ഇട്ട് തന്നത് രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടല്ലേ. ബിഗ് ബോസിലായിരുന്നപ്പോൾ എത്ര കണ്ടന്റ് ആർക്കൊക്കെ കിട്ടി? നിങ്ങൾ പലരും യൂട്യൂബേഴ്സ് അതായത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ രേണു ബിഗ് ബോസിലുള്ള അത്രയും ദിവസങ്ങൾ ഇവർക്ക് കണ്ടന്റ് ഇല്ല രേണുവിനെ പറ്റി പറയാൻ. പിന്നെ ബിഷപ്പ് കൊടുത്ത കുറച്ച് കണ്ടന്റ് മാത്രം. അതിലെ എന്ത് വെച്ചിട്ടാണ് രേണു പുറത്തിറങ്ങിയത് കൊണ്ട് സത്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചിലവിന് ആവശ്യമുള്ള ക്യാഷ് രേണു നിങ്ങൾക്കും തരുന്നുണ്ടല്ലോ. അവളുടെ കാര്യം ചെയ്യുന്നു, അതിൻ്റെ കൂടെ അവളെ വെറുപ്പിക്കുന്ന നിങ്ങളുടെ കാര്യവും രേണു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ സന്തോഷിക്കും മകളെ, സന്തോഷിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഗൈസ്, തിരിച്ചു വരാം. എന്താ ഒരു മാറ്റം അല്ലേ. വൈറലാകുവാണ്, ഇങ്ങനെ വൈറലാകണം. കഷ്ടം തന്നെ. ഇപ്പൊ രേണു അവിടെ പോയിട്ട് ശരിയാണ്, അവിടെ അവർക്ക് ഒരു അവസരം കിട്ടിയതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കിട്ടുന്ന അവസരങ്ങൾ കുറച്ച് തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ചെങ്കിലും ഒരു ബുദ്ധിയും വിവേകവും വേണം. ഇപ്പൊ ഓൾറെഡി രേണുവിനെ അറിയായിരിക്കാം ഇതൊരു ബാറിലേക്ക് ആയിരിക്കും എന്നുള്ളതൊക്കെ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ രേണു വൈറലായതുകൊണ്ട് തന്നെ, അത് തന്നെയല്ല ബിഗ് ബോസിലൊക്കെ പോയ ഒരാളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എവിടെ ചെന്നാലും ആൾക്കാർ അറിയപ്പെടും. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ. കാരണം രേണു പുറത്തേക്ക് ഇറങ്ങിയാൽ നേരത്തെ പോലെയല്ല. നേരത്തെ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരി, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ബിഗ് ബോസിലെ ഒരു താരമാണ്, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ അറിയും. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ഇനാഗ്രേഷൻ ഒക്കെ കൊണ്ടുവന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് ദുബായിലേക്ക് കൊണ്ടുപോയി. എന്താ കൊണ്ടുപോയവരുടെ ഉദ്ദേശം? രേണുവിനെ അവിടെ കൊണ്ടുപോയി ആ ബാറിൽ കൊണ്ട് ഡാൻസ് കളിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. എന്താ രേണുവിനെ അവിടെ കൊണ്ടുപോയതിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ട് താങ്കൾക്ക് എന്തെടുക്കാനാണാവോ? ഇനി രേണു വന്നിട്ട് എന്തായിരുന്നു രേണു നിന്റെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നീ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അതുപോലെ രേണു സെലക്ട് ചെയ്തതാണ് രേണുവിൻ്റെ ഈ ഒരു ഇനാഗുറേഷൻ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ നാട്ടുകാരുടെയും നിന്നെ പോലുള്ള കുറേ ഊളകളുടെയും എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഈ ഒരു ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രേണുവിന് സേഫ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ രേണു ചെയ്യുന്നു, മനസ്സിലായോ?
നിനക്കിങ്ങനെ ഒരാളുടെ ഡ്രസ്സിനെ കൺട്രോൾ ചെയ്യാനും പോകുന്നതിനെ കൺട്രോൾ ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൻ്റെ അകത്തുള്ളവരെ മാത്രം നീ ഒന്ന് കൺട്രോൾ ചെയ്യും. ആദ്യം കറക്റ്റായിട്ട് അവരൊന്ന് കൺട്രോൾ ചെയ്യും. കാരണം നാളെ ഒരു സമയത്ത് അവരിങ്ങനെ പോകാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോ, നീ അങ്ങ് നോക്കിക്കോ കേട്ടോ. കാരണം നിൻ്റെയൊക്കെ വായിലിരിപ്പിന് ദൈവം അണ്ണാക്കി തന്നെ തരും. മറ്റൊന്നുമല്ല, നിന്നെ പോലെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് എരിയൊരു കയറ്റി അങ്ങ് വിടുന്നത്. പക്ഷേ രേണു ഇന്ന് ഉയരങ്ങളിലോട്ടേ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളൂ. നീയൊക്കെ വീണ്ടും കിടക്കണം അലയ്ക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ രേണുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളൊക്കെ പറയുന്ന പോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. എന്നാൽ പിന്നെ ദൈവം രേണുവിനെ വളർത്തോ. ഇതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലിട്ട് അവളെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി നിങ്ങളൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇത്രയും നിങ്ങൾക്കൊക്കെ ഉറക്കമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നിനക്കൊക്കെ ഉറക്കം ഉണ്ട് എന്നുള്ള കാര്യം. രേണുവിൻ്റെ നാളത്തെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചിരിക്കുകയാണ്. എവിടെ പോകണടാ എന്ന് നോക്കി ബാക്കിൽ നിന്ന് ക്യാമറ കണ്ണുകൾ പോലെ ഞാനൊരു കാര്യം പറയാം, രേണു ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്കൊക്കെ കണ്ടതിന് ക്ഷാമം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇനി നീ എങ്ങാനും മാനസാന്തരപ്പെട്ട് നീ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇതാണ് ഗെയ്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിനക്ക് വേറൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി തന്നെയായിരിക്കും എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഇതല്ല, വേറൊന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് ബട്ടൺ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.